ശ്രീ അനിൽ വിളയിൽ. മലപ്പുറം പന്തല്ലൂർ ഭഗവതി ക്ഷേത്ര ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മലയാള മനോരമയിൽ നിന്ന് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 400 ഏക്കർ ഭൂമി നമ്മൾ തിരിച്ചു പിടിച്ചു. പക്ഷേ അവർ സുപ്രീം കോടതിയിലേക്ക് പോയി. പക്ഷേ അവിടെ ഈ ദേവസ്വം ബോർഡ് അനങ്ങുന്നില്ല എന്നുള്ളതാണ്. അതായത് 400 ഏക്കർ ഭൂമി തിരിച്ചു പിടിച്ചെങ്കിലും ഇപ്പോഴും ആ ഭൂമി അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. വിശ്വാസികൾക്കൊക്കെ വലിയ പ്രതിഷേധമാണ്. അതായത് ദേവന്റെ ഭൂമിയാണ്, അതിങ്ങനെ നശിച്ചു പോവുകയാണ്. എങ്ങനെയാണ് ഈ വിഷയത്തോട് താങ്കൾ പ്രതികരിക്കുന്നത്? മലയാളത്തിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, പെട്ടി ഒരാളുടെയിലും താക്കോൽ ഒരാളുടെയിലുമാണെന്ന് പറയാറുണ്ട്. അതേ അവസ്ഥയാണ് ഈ പന്തല്ലൂർ ക്ഷേത്രഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പ്രബലരായിട്ടുള്ള ഒരു വിഭാഗമാണ് മറുവശത്ത് നിൽക്കുന്നത്. വസ്തു നമ്മളുടെ കയ്യിലുണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ ദയനീയവും സങ്കടകരവുമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇന്ന് ചില മാധ്യമ സ്ഥാപനങ്ങളാണ്, കളങ്കിത വ്യക്തിത്വമുള്ള ചില മാധ്യമ സ്ഥാപനങ്ങളാണ് കേരളത്തിലെ രാഷ്ട്രീയപരമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള പല അജണ്ടകൾ നിശ്ചയിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നടക്കുന്ന ചില കാര്യങ്ങൾ കൂടെ നമുക്ക് നൽകുന്ന സൂചനയാണ്. തീർച്ചയായിട്ടും ഇതേപോലെ സമാന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 10,000-കണക്കിന് ഏക്കർ ഭൂമിയാണ് ഇത്തരത്തിലുള്ള വലിയ ജന്മിമാരും മുതലാളിമാരും കൈയടക്കി വെച്ചിരിക്കുന്നത്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള ഈ കയ്യേറ്റ ഭൂമിയുടെ അളവിനേക്കാൾ 10 മടങ്ങ് കൂടുതലാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കയ്യേറ്റങ്ങൾ. സർക്കാരിനും മലബാർ ദേവസ്വം ബോർഡിനും യാതൊരു വിധമായ ആർജവുമില്ല. അത് തിരിച്ചു പിടിച്ചുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിനും ക്ഷേത്രങ്ങൾക്കും പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വളരെ കുറേയേറെ കാലമായി നമുക്ക് കാണിച്ചു തരുന്ന ചില സൂചനകളാണ്. കാരണം മലയാള മനോരമ ഈ ഭൂമി കൈയടക്കി വെച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട കോടതി അത് തിരിച്ചു തരാൻ നമുക്ക് ഉത്തരവിട്ടത്. പക്ഷെ അത് തിരിച്ചെടുക്കാനോ അത് ഉപയുക്തമാക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളിടത്ത് സർക്കാരിന്റെയും മലബാർ ദേവസ്വം ബോർഡിന്റെയും ഒരു കീഴടങ്ങൽ തന്നെയാണ്. ഇതിനെതിരെ ഭക്തജന സമൂഹം വളരെ വ്യാപകമായ രീതിയിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതിനെപ്പറ്റി തീർച്ചയായിട്ടും ഹൈന്ദവ സമൂഹത്തിലെ ഇത്തരത്തിലുള്ള സംഘടനകളെല്ലാം കൂടി ആലോചിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്നത്. ശശികല ടീച്ചറെ പോലുള്ളവർ ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഈ നമ്മുടെ ദേവസ്വം ബോർഡിനൊക്കെ ഇതിനോടകം തന്നെ ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിടേണ്ടതിന്റെ ആവശ്യകത പലരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എങ്കിലും ശശികല ടീച്ചറെ പോലുള്ളവർ ചൂണ്ടിക്കാട്ടുകയാണ് ഇവർക്കൊക്കെ ഈ എതിർകക്ഷികളോടാണ് എന്നും കൂറി, എങ്ങനെയെങ്കിലും ഈ ദേവന്റെ ഭൂമിയൊക്കെ അവർ കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ള ഒരു മട്ടാണ് എന്നാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മള് ഈ 2024 നവംബർ മാസത്തില് ഗവൺമെന്റിന്റെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൊടുത്ത 2020, 21, 22, 23 കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദേവസ്വം ബോർഡുകൾ നടത്തുന്ന കേസുകളെ പറ്റിയുള്ള യാതൊരു വിധമായ രേഖകൾ, കേസിന്റെ രജിസ്റ്റർ, ഏതൊക്കെ അഭിഭാഷകരാണ് കേസുകൾ കൈകാര്യം ചെയ്യുന്നത്, എത്രമാത്രം വസ്തുക്കൾ തിരിച്ചു പിടിക്കാനുണ്ട്, ഈ രേഖകളൊന്നും ദേവസ്വം ബോർഡുകളുടെ കയ്യിൽ ലഭ്യമല്ല എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട് കൊണ്ട് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ ഓരോ കാലത്തും ദേവന്മാർക്ക് ദാനമായി കൊടുത്തിട്ടുള്ള വസ്തുവകകളാണ്. അല്ലാതെ ദേവന്മാർ വില കൊടുത്ത് മേടിച്ചിട്ടുള്ളതൊന്നുമല്ലല്ലോ. ദേവന്മാർക്ക് ദാനമായി നൽകിയിട്ടുള്ള ഈ ഭൂമികൾ ദുരുപയോഗപ്പെടുത്തുമ്പോൾ അത് സാധാരണക്കാരായ ഭക്തജനങ്ങൾക്ക് വളരെയധികം വേദന ഉളവാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശശികല ടീച്ചറും ഞങ്ങളും ഒക്കെ ആവശ്യപ്പെടുന്നത് ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിട്ടുകൊണ്ട് ഓരോ ക്ഷേത്രത്തിന്റെയും പരിധിയിലുള്ള ഭക്തജനങ്ങളുടെ ട്രസ്റ്റുകൾ രൂപീകരിച്ചുകൊണ്ട് അതാത് ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളും സുഗമവും സുതാര്യവുമായി കൈകാര്യം ചെയ്യണം. അത് ഈ ഹിന്ദുവിന്റെ സനാതനധർമ്മ വിശ്വാസികളുടെ വളരെ കാലമായിട്ടുള്ള ആവശ്യമാണ്. ജനം TV ഓരോ ദിവസവും പുറത്തുവിടുന്ന വാർത്തകൾ ഇത്തരത്തിലേക്കുള്ള ഒരു സൂചന നൽകുന്നതാണ് എന്നുള്ളത് സന്തോഷകരമായ വസ്തുതയാണ്. ഈ പന്തല്ലൂർ ദേവസ്വത്തിന്റെ ഭൂമി ഉടൻ തന്നെ തിരിച്ചു പിടിക്കണം എന്നുള്ളതിന് സർക്കാർ കുറച്ചുകൂടി ആർജവം കാണിക്കണം. മുതലാളിമാർക്ക് കീഴടങ്ങുന്ന തൊഴിലാളി വർഗ ഗവൺമെന്റാണിത്. എപ്പോഴും മുതലാളിമാർക്ക് അനുകൂലമായി പറയുകയും അനുകൂലമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും, ഞങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടി നിലനിൽക്കുകയും ചെയ്യുമെന്ന് പറയുന്ന ഇരട്ടത്താപ്പും വൈരുദ്ധ്യാത്മിക ഭൗതികവാദവുമാണ് ഈ സർക്കാർ കാണിക്കുന്നത്. അവരുടെ പ്രതിനിധികളായിട്ടുള്ള ഈ രാഷ്ട്രീയ തൊഴിലാളികൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡുകളിൽ നിന്നും വളരെ വലിയൊരു ഗുണമൊന്നും പൊതുജനങ്ങളും ഹൈന്ദവ സമൂഹവും പ്രതീക്ഷിക്കുന്നില്ല.